തദ്ദേശ തോൽവിക്ക് ശേഷം പിണറായിയുടെ ശൈലി തന്നെ CPM-ൽ ചോദ്യം ചെയ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശൈലി മാറ്റത്തിൻ്റെ ശബ്ദത്തിന് അത്ര കനത്ത സ്വരമില്ലെങ്കിലും പല സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമടക്കം ശൈലി മാറ്റം രഹസ്യമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു പടി കൂടി കടന്ന് പുതിയ നേതാവ് നയിക്കാൻ എത്തട്ടെ എന്ന അഭിപ്രായക്കാരും പാർട്ടിയിലുണ്ട്. അങ്ങനെയെങ്കിൽ തദ്ദേശത്തിലെ തോൽവി CPM-നെ മാറ്റി ചിന്തിപ്പിക്കുമോ? അതായത് പിണറായിക്ക് പകരം മറ്റൊരാൾ, അങ്ങനെ ഒരാളെ മുൻനിർത്തിയാകുമോ നിയമസഭയിലെ പോരാട്ടം? അത്തരം സാധ്യത നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ൽ എളുപ്പമല്ല. പക്ഷേ ആ സാധ്യത തള്ളിക്കളഞ്ഞും കൂടാ. കാരണം ഭരണം നഷ്ടപ്പെടുന്നതാണോ അതല്ല നേതൃതലത്തിലുള്ള മാറ്റമുണ്ടാവുന്നതാണോ ശരി? അങ്ങനെ ഒരു ആലോചന, ഒരു സമ്മർദ്ദം CPM-ൽ ഉണ്ടാകുമോ? ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയേണ്ട ആ സാധ്യതയുണ്ട്. ഇവിടെ പക്ഷേ മറ്റൊരു വലിയ സാധ്യത തുറക്കുന്നുകൂടിയുമുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തുറുപ്പ് ചീട്ട് കൂടിയാണത്. അതെ, കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യം. അത്തരമൊരു നീക്കത്തിന് CPM തുടക്കമിടും. ഇടത് സൈബർ ഇടങ്ങളിലൊക്കെ പൊതുവിൽ ചർച്ച നടന്നിരുന്നതാണ് ഒരു വ്യക്തിയുടെ പേര് കേന്ദ്രീകരിച്ച് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന സാധ്യത. ഒരു പക്ഷേ കേരളത്തിൽ ഇടതുമുന്നണിക്ക് മാത്രം നടത്താൻ സാധ്യതയുള്ള ഒരു ചർച്ചയാണ് വനിതാ മുഖ്യമന്ത്രി എന്നത്. കാരണം മറ്റാർക്കും അത്തരമൊരു സാധ്യത മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ഇടതുമുന്നണിയിൽ മുമ്പും അതുണ്ടായിട്ടുണ്ട്. എന്താണ് ഈ സാധ്യതകൾ, എന്തുകൊണ്ട് ഈ ചർച്ച എന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. എന്തുകൊണ്ടാണ് വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചരണം ഇപ്പോൾ ഇടതുമുന്നണി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരമൊരു ആലോചനകളെങ്കിലും സമൂഹ മാധ്യമങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അഭ്യുതകാംക്ഷികളെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ കാരണം? നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കാം. യെസ്, നമുക്കതിൻ്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതാണ്: തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ടാക്കുന്ന പുതിയ സാഹചര്യം. എന്തുകൊണ്ട് വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവും അതുതന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ടാക്കിയ പുതിയ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്തയിലേക്ക് കടക്കേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. രണ്ടാമത്തെ കാര്യം, വനിതാ വോട്ടർമാരെ ഒപ്പം നിർത്താനുള്ള ഒരു പുതിയ നീക്കം. അങ്ങനെ കൂടി നമുക്കതിനെ കാണാം. അതായത് വനിതാ വോട്ടർമാരെ കൂടുതലായി ഒപ്പം നിർത്താനുള്ള നീക്കം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ വോട്ടർമാർ നിർണായകമാണ്. അവരെ ഒപ്പം നിർത്തണം. അതിന് ചില പദ്ധതികളൊക്കെ സർക്കാർ ഒരുക്കുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറം വനിതകൾക്ക് നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രി വരുന്നു എന്ന തോന്നൽ ഉളവാക്കാൻ ഒരു പക്ഷേ വനിതാ മുഖ്യമന്ത്രി വോട്ടർമാരെ ഒപ്പം നിർത്താൻ വനിതാ മുഖ്യമന്ത്രി എന്നൊരു പ്രചരണം ഗുണം ചെയ്തിരിക്കാം. അതുകൊണ്ട് ആ ഒരു സാധ്യതയും ഒരു പക്ഷേ ഈ ആലോചനകൾക്ക് അടിസ്ഥാനമായി വന്നേക്കാം. തള്ളിക്കളയേണ്ടതില്ല. മറ്റൊന്ന്, UDF-ന് ബദലായി, അതായത് UDF-ന് ബദലായി ഒരുക്കാൻ കഴിയുന്ന ഒരു മികച്ച തന്ത്രം എന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒരിക്കലും UDF-ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരമൊരു വനിതാ മുഖ്യമന്ത്രി എന്നൊരു ആലോചന പോലും നടത്താനാവില്ല. കാരണം അത്തരമൊരു മുഖങ്ങൾ UDF-ലില്ല എന്ന് മാത്രമല്ല, അത്തരം മുഖങ്ങളിലേക്ക് UDF-ന് ചിന്തിക്കാനും കഴിയില്ല. കാരണം മറ്റൊരു നേതൃനിര പ്രതീക്ഷകളുമായി വശത്തുണ്ട്. അപ്പോഴാണ് UDF-ന് ബദലായി ഒരു മികച്ച തന്ത്രമെന്ന രീതിയിൽ വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചരണം CPM-നും ഇടതുപക്ഷത്തിനും ഉയർത്തിക്കൂടെ എന്നൊരു സാധ്യത കൂടി മുന്നിലുള്ളത്. അപ്പോൾ സാധ്യതകളിൽ മറ്റൊന്ന്, എന്തുകൊണ്ട് വനിതാ മുഖ്യമന്ത്രി എന്ന സാധ്യതയിലേക്ക് വരുമ്പോൾ UDF-ന് ബദലായി ഒരുക്കാൻ കഴിയുന്ന മികച്ച രാഷ്ട്രീയ തന്ത്രം, ആ സാധ്യത തള്ളിക്കളഞ്ഞുകൂടാണ്. മറ്റൊന്ന്, സർക്കാർ വിരുദ്ധ പ്രചരണം മറികടക്കാനുള്ള ഒരു നീക്കമാണ്. കാരണം സർക്കാർ വിരുദ്ധ പ്രചരണമുണ്ട്, സർക്കാർ വിരുദ്ധ വികാരമുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ജനകീയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം ഒരു മുഖം മാറ്റമെന്ന പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ വനിതാ മുഖ്യമന്ത്രി എന്ന സാധ്യത വളരെ വളരെ വലുതാണ്. അതുകൊണ്ടുകൂടി സർക്കാർ വിരുദ്ധ പ്രചരണം മറികടക്കാനുള്ള നീക്കമായി കൂടി നമുക്കതിനെ കാണാം. മറ്റൊന്ന്, പ്രഖ്യാപിക്കപ്പെടുമെന്ന കരുതുന്ന ചില സ്ത്രീപക്ഷ പദ്ധതികളെ മുൻനിർത്തിയുള്ള നീക്കം. എന്തുകൊണ്ട് അത് എന്നത് പ്രസക്തമാണ്. കാരണം വനിതാ വോട്ടർമാരാണ്, അവരാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെ ക്രൂഷ്യൽ ആവുന്നത് അവരാണ്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോവിഡ് എന്ന വലിയ പ്രതിസന്ധി കാലത്ത് സർക്കാർ എന്ന വലിയ സംരക്ഷകനെ മുന്നിൽ കണ്ടത് സ്ത്രീ വോട്ടർമാരാണ്. അവരാണ് കൂടുതൽ കരുത്ത് നൽകിയത്. അപ്പോൾ ആ സ്ത്രീ വോട്ടർമാരെ ഇത്തവണയും സ്വാധീനിക്കണമെങ്കിൽ കൂടുതൽ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാവണം. അങ്ങനെ കൂടുതൽ സ്ത്രീപക്ഷ പദ്ധതികൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ, പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ അത് പ്രായോഗികമായി വരാൻ പോവുകയാണ്. ആ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി അത് നടപ്പിലാക്കാൻ ആ ഒരു തോന്നൽ ഉളവാക്കാൻ കൂടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കൂടി നമുക്കതിനെ കാണണം. മറ്റൊന്ന്,
വനിതകൾക്ക് മികച്ച പരിഗണന നൽകുന്ന ഒരു മുന്നണി എന്ന പ്രതിച്ഛായ. കാരണം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അവർക്കെതിരായ വെല്ലുവിളികൾ, അതൊക്കെ അതിജീവിത പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. അത്തരം സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വനിതകൾക്ക് മികച്ച പരിഗണന നൽകുന്ന മുന്നണി എന്ന പ്രതിച്ഛായ, ആ സാധ്യത ഒരുപക്ഷെ ലക്ഷ്യമിട്ടുകൂടി അത്തരം ആലോചന ഇടതുമുന്നണിക്ക് CPM നടത്തിക്കൂടെ എന്ന ചോദ്യം കൂടിയാണ് ഉണ്ടാവുന്നത്. മറ്റൊന്ന് വേറൊരു സാധ്യതയാണ്. അതായത് പാർട്ടിയിലും മുന്നണിയിലുമായി നടക്കുന്ന പിണറായി വിരുദ്ധ ചിന്തകൾക്ക് ഒരു പുതിയ ബദലെന്ന സാഹചര്യം. കാരണം പിണറായി വിജയൻ അജയ്യനായിരുന്നു. അദ്ദേഹത്തിന് മുന്നണിയിലും പാർട്ടിയിലും ഒന്നും എതിർശബ്ദക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ സാഹചര്യത്തിൽ അതിൻ്റെ രീതികൾ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ശൈലി മാറ്റം എന്ന സൂചന CPM ചിലതെങ്കിലും പറയുന്നുണ്ട്. അതിനപ്പുറം CPI ഒക്കെ അത് പരസ്യമായി തന്നെ ഏറെക്കുറെ പറയുന്ന ശൈലിയിലേക്കും കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ചില തിരുത്തലുകൾ വേണം. ആ തിരുത്തലുകൾക്ക് ഒരു പുതിയ ബദൽ, ആ ബദൽ എന്ന രീതിയിൽ കൂടി ചിന്തിക്കാം. പക്ഷേ ഈ തീരുമാനങ്ങൾക്കെല്ലാം അടിസ്ഥാനം മുഖ്യമന്ത്രിക്ക് എടുക്കുന്ന നിലപാടാവാം. പക്ഷേ അത് എന്തായാലും ഈ സാധ്യതകൾ നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ എന്നതാണ് സാഹചര്യം. അപ്പോൾ എന്തുകൊണ്ട് വനിതാ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയൊക്കെ ആവാം എന്നതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം കേരളവും വനിതാ മുഖ്യമന്ത്രിമാരും എന്നൊരു കണക്കുകൂടിയാണ്. കാരണം കേരളം പോലെ സംസ്കാര സമ്പന്നമെന്ന് പല കാരണങ്ങളാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലെന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൽ ഇതുവരെയായിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ചില ചർച്ചകളുണ്ട്, അതെന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ കേരളവും വനിതാ മുഖ്യമന്ത്രിമാരും എന്ന് പറയുമ്പോൾ കേരളത്തെക്കാൾ ഏറെ പിന്നോക്കമായ പല സംസ്ഥാനങ്ങളിലും വനിതാ മുഖ്യമന്ത്രിമാർ ഭരിച്ചു. പേരിന് റാബ്രി ദേവി എന്ന മുഖ്യമന്ത്രി ബീഹാറിൽ പോലും ഉണ്ടായിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിരവധിയായിട്ടുണ്ട്. അപ്പോൾ സംസ്കാര സമ്പന്നമായ കേരളം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഒരു വനിതാ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതുവരെ ഉണ്ടായില്ല? അതിനുള്ള ഉത്തരം കൂടി ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേരളത്തെക്കാൾ പിന്നോക്കമായ പല സംസ്ഥാനങ്ങളിലും വനിതാ മുഖ്യമന്ത്രിമാർ ഭരിച്ചു, പക്ഷേ ഇവിടെ ഉണ്ടായില്ല. രണ്ടാമത്തെ ഒരു കാര്യം നോക്കാം. 7 പതിറ്റാണ്ടിനിടയിൽ 23 മന്ത്രിസഭകൾ വന്നു. 7 പതിറ്റാണ്ടിനിടയിൽ 23 മന്ത്രിസഭകളായിരുന്നു. പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രി പോലും ഉണ്ടായിട്ടില്ല. ഇതാണ് സാഹചര്യം. 7 പതിറ്റാണ്ടിനിടയിൽ വന്ന ഈ സാഹചര്യങ്ങളിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ നമുക്ക് കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അത് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഒരു കാര്യം നമ്മൾ നേരത്തെ അറിയാം, കേരള ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം. 1987 KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന ഒരു പ്രചരണം ഉയർന്നു വന്നതാണ്. അന്ന് KR ഗൗരി ഭരിക്കും കേരളനാട്, കേരം തെങ്ങും കേരളനാട്, KR ഗൗരി ഭരിച്ചിടും. ഇതായിരുന്നു അന്ന് CPM ഔദ്യോഗികമല്ലാത്ത ഒരു മുദ്രാവാക്യം. CPM രഹസ്യമായും അതങ്ങ് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് തോന്നൽ ഉളവാക്കുകയും ചെയ്തു. അപ്പോൾ KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്നൊരു പ്രചരണം അന്ന് ഉയർന്നു വന്നതാണ്. പക്ഷേ അത് ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചെന്താണ്? സർക്കാർ, ഇടതുപക്ഷ സർക്കാർ തന്നെ വന്നു. ഭൂരിപക്ഷം കിട്ടിയപ്പോൾ EK നയനാർ തന്നെ മുഖ്യമന്ത്രിയായി, ഗൗരിയമ്മ അന്ന് റവന്യൂ മന്ത്രിയായി. ഇതാണ് അന്നുണ്ടായ സാഹചര്യം. ഭൂരിപക്ഷം കിട്ടിയപ്പോൾ നയനാർ മുഖ്യമന്ത്രിയായി, ഗൗരിയമ്മ റവന്യൂ മന്ത്രിയായി. മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഗൗരിയമ്മയ്ക്ക് റവന്യൂ മന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഗൗരിയമ്മയെ തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിട്ടില്ല എന്ന വാദമായിരുന്നു അന്ന് CPM ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് അന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചോദ്യങ്ങൾക്ക് പാർട്ടിയുടെ ഔദ്യോഗിക മറുപടി കൂടി അതായിരുന്നു. ഗൗരിയമ്മയെ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിട്ടില്ല, അത്തരം ഒരു പ്രചരണം നടന്നത് ആണ് എന്ന വാദം കൂടിയാണ് ഉയർന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അതിനെ ഒരു വിമർശന ബുദ്ധിയ CPM-നെയോ ഇടതുപക്ഷത്തെയോ വിമർശിക്കുന്നവരുണ്ടാവാം. പക്ഷേ കോൺഗ്രസിലോ UDF-ലോ ഒരു കാലത്തും വനിതാ മുഖ്യമന്ത്രി എന്ന ചർച്ച പോലും ഉയർന്നിട്ടില്ല എന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് പരാമർശിച്ചു പോകണം. കാരണം കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത്തരമൊരു ചിന്ത പോലും അടിസ്ഥാനമില്ല. മുമ്പുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പോലും അത്തരം ചിന്തകൾക്ക് ഒരു പ്രസക്തിയുമില്ല, അതിനൊരു സാധ്യത പോലുമില്ല എന്നതാണ് സാഹചര്യം. അപ്പോൾ കേരളവും വനിതാ മുഖ്യമന്ത്രിമാരും എന്ന വിഷയത്തിൽ നമുക്ക് സാഹചര്യങ്ങൾ അതാണ് എന്ന് വ്യക്തമാക്കാം. ഇനി ഇത്തവണ 2026 ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന ആലോചനകളിലേക്ക് CPM ഇടതുമുന്നണി എത്തുകയാണെങ്കിൽ ആ സാധ്യത നമുക്ക് തള്ളിക്കളയണ്ട. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് കരുതുക, അതൊരു പ്രതീക്ഷയായിട്ട് വെക്കാം. ഉണ്ടെങ്കിൽ ആരെ പരിഗണിക്കും? അതിനുള്ള ഉത്തരമാണ് KK ശൈലജ എന്ന പേര്. സ്വാഭാവികമാണ് KK ശൈലജ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്നൊരു പരിവേഷം സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഇടത് സൈബർ ഇടങ്ങളിലോ ഇടത് കേന്ദ്രങ്ങളിലോ ഒക്കെ എപ്പോഴൊക്കെയോ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് KK ശൈലജയ്ക്ക് ആ പേര് നൽകിയത്? അവർ നയിക്കപ്പെടാൻ എത്രമാത്രം സാധ്യത എന്ന് കൂടി നോക്കാം. അവരുടെ ഒരു സാധ്യത, ഒരു പുതിയ നേതാവ് നയിക്കട്ടെ എന്ന ചർച്ചകൾ അംഗീകരിക്കപ്പെട്ടാൽ KK ശൈലജയ്ക്ക് നമുക്ക് കൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാധ്യതകളിൽ ഒന്നാണ് CPM-ൽ പാർട്ടിയെ നയിക്കാൻ ഒരു പുതിയ നേതാവ് വരട്ടെ
എന്ന ഒരു ചർച്ചകൾ ഉയർന്നാൽ അവിടെ ആദ്യം ഉയരാൻ സാധ്യതയുള്ള പേരുകളിൽ ഒന്ന് ഒരുപക്ഷേ കെ ശൈലജയാണ്. ഒന്ന്, പാർട്ടിയുടെ മുൻനിരയിലുണ്ട്, മികച്ച പ്രതിച്ഛായയുണ്ട്, അതിനുമപ്പുറം ഒരു വനിതാ മുഖം എന്ന പ്രത്യേകത. സാധ്യത 2 നോക്കാം. ഈ രണ്ടാമത്തെ സാധ്യത എന്താണ്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാതെ പിണറായിക്കൊപ്പം കെ ശൈലജയും മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇത്തവണയും കെ ശൈലജ മത്സരരംഗത്തുണ്ടായിരുന്നു, അടുത്ത തവണയും മത്സരിക്കുന്നു. മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനും മത്സരരംഗത്തേക്ക് വരുന്നു, ഒപ്പം കെ ശൈലജയും മത്സരിക്കുന്നു. പാർട്ടി ഉയർത്തിക്കാട്ടുന്നില്ല, പക്ഷേ സമൂഹ മാധ്യമങ്ങളിലും ഇടത് കേന്ദ്രങ്ങളിലുമൊക്കെ ഒരു സമാന്തര ചർച്ച നടക്കട്ടെ, വനിതാ മുഖ്യമന്ത്രി വരും, അങ്ങനെ കെ ശൈലജ ആയിക്കൂടെ എന്ന ചർച്ച നടക്കട്ടെ എന്ന് പാർട്ടി നേതൃത്വം കരുതിക്കൂടായികയില്ല. അത്തരമൊരു സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. മൂന്നാമത്തെ സാധ്യത കൂടി നോക്കാം. കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തന്നെ മത്സരത്തിൽ രംഗത്തിനിറങ്ങുക ഏറ്റവും സാധ്യത കുറഞ്ഞ സാധ്യതകളിലൊന്നാണ് യഥാർത്ഥത്തിലുള്ളത്. കാരണം ഒന്ന്, CPM ഒരു മുഖ്യമന്ത്രി സാധ്യത പൊതുവിലില്ല. ഇപ്പോൾ പിണറായി വിജയൻ തുടർച്ചയായി വരുന്നതുകൊണ്ട് മാത്രമാണ് ആര് എന്നതിൽ ഒരു തർക്കമില്ലാതെ നിൽക്കുന്നത്. അതല്ലെങ്കിൽ എപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആ ഒരു മുഖം പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മത്സരത്തിനിറങ്ങുക എന്ന സാധ്യത കുറവാണ്, എങ്കിലും തള്ളിക്കളയേണ്ട ആ സാധ്യതയും നമുക്ക് പരിഗണിക്കപ്പെടുക. നാലാമത്തെ സാധ്യത കൂടി നോക്കാം. നാലാമത്തെ സാധ്യത അതിങ്ങനെയാണ്. മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടാതെ വന്നാൽ, മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കെ ശൈലജയെ പ്രതിപക്ഷ നേതാവാക്കുക. ആ സാധ്യത തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടാതെ വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ഭൂരിപക്ഷം കിട്ടാവുന്ന അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമോ എന്ന ചോദ്യമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം തയ്യാറായി വന്നാൽ കെ ശൈലജയെ പോലെ ഒരു പുതിയ നേതാവിനെ പ്രതിപക്ഷ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയെങ്കിൽ ഒരു മുന്നണിയെ നയിക്കാൻ, പാർലമെൻ്ററി പാർട്ടി നയിക്കാൻ ഒരു വനിതാ നേതാവ് വരുന്നു. അതുതന്നെ ഒരു വലിയ നീക്കമാണ്, കൂടെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സാധ്യത നമുക്ക് തള്ളിക്കുളഞ്ഞുകൂടാ. അപ്പോൾ സാധ്യതകൾ നമ്മൾ പറയുമ്പോൾ കെ ശൈലജ എന്ന വ്യക്തി പരിഗണിക്കപ്പെടാനുള്ള സാധ്യതകൾ ഈ തരത്തിലാണ് കടന്നു വരുന്നത്. അതിന് സാധ്യതകൾ 1, 2, 3, 4 അങ്ങനെ ആ സാധ്യതകൾ നമുക്ക് വിലയിരുത്തപ്പെടാം. പക്ഷേ ഇതൊരു പക്ഷേ അതിശയോക്തി എന്ന് തോന്നാം. പക്ഷേ ഈ സാധ്യത തെരഞ്ഞെടുപ്പിലാണ്, എന്തും സംഭവിക്കാം, തള്ളിക്കളഞ്ഞുകൂടാ. കേരളത്തിൽ അപ്രതീക്ഷിതമായി പലരും മുഖ്യമന്ത്രിയായതും പ്രതിപക്ഷ നേതാവായതും ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ സാധ്യതകളൊന്നും തള്ളിക്കളയേണ്ടതില്ല. ഇത് കേരളമാണ്, എന്ത് സംഭവിക്കാമെന്നത്.